അമേരിക്കയുമായി നേരത്തെ മികച്ച സഖ്യകക്ഷിയായി നിലനിന്നിരുന്ന ഇറ്റലി ഇപ്പോൾ അമേരിക്കയുടെ ശത്രുപക്ഷത്താണ്. അതിന് കാരണം ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം തന്നെ. ലോകത്തെ ഏറ്റവും ശക്തിയായ വനിതാ പ്രധാനമന്ത്രിയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലാനിയെ തങ്ങളുടെ പക്ഷത്തെത്തിക്കാൻ വളഞ്ഞ വഴിയിൽ ശ്രമിച്ച ട്രംപ് ടീമിനെ നാണം കെടുത്തിയിരിക്കുകയാണ് വീണ്ടും ഇറ്റലി. തുടർച്ചയായി 2 തവണ ലോകകപ്പ് ഫുട്ബോൾ കളിക്കാൻ കഴിയാതിരുന്ന ഇറ്റലിക്ക് ഈ ലോകകപ്പിൽ കളിക്കാൻ തങ്ങൾ അവസരം നൽകാൻ പരിശ്രമിക്കാം എന്നാണ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി റിച്ചാർഡ് ഗ്രനെൽ വ്യക്തമാക്കിയത്. ഇത് ഇറ്റലിയെയും മെലാനിയെയും ചൊടിപ്പിച്ചു. ഇറാനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കാം, ആ സ്ഥാനത്ത് ഇറ്റലിയെ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ഫിഫയിൽ സമ്മർദ്ദം ചെലുത്താം എന്നായിരുന്നു റിച്ചാർഡ് ഗ്രീൻലൻഡിന്റെ വാഗ്ദാനം. ലോകത്തിനും കായിക ലോകത്തിനും അന്തസ്സുള്ള, അഭിമാനിക്കാവുന്ന, എന്നാൽ അമേരിക്കക്ക് മൂർധാവിലുള്ള അടി നൽകിക്കൊണ്ടാണ് ഇറ്റലി ശക്തമായ മറുപടി, അന്തസ്സുള്ള മറുപടി അമേരിക്കക്ക് നൽകിയത്. ആധുനിക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്ന് തന്നെയായി മാറി ഇറ്റലിയുടെ മറുപടി. അതിങ്ങനെയാണ്. അമേരിക്കയോട് അവർ പറഞ്ഞു, അത് സാധ്യമല്ല, ഉചിതവുമല്ല. ഫുട്ബോൾ ലോകകപ്പിലേക്കുള്ള യോഗ്യത എന്നത് മൈതാനത്തെ വിയർപ്പൊഴുക്കി നേടിയെടുക്കേണ്ട ഒന്നാണ്, അല്ലാതെ പിൻവാതിൽ രാഷ്ട്രീയത്തിലൂടെയല്ല എന്നായിരുന്നു ആ മറുപടി. ഫുട്ബോളിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ചു ഇറ്റലി. അമേരിക്കയുടെ രാഷ്ട്രീയ അജണ്ടകളെ മൈതാനത്ത് പുറത്തു നിർത്തുകയും ചെയ്തു. ഫുട്ബോൾ മൈതാനത്ത് രാഷ്ട്രീയത്തിന് ഇടമുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഫുട്ബോളിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് ഇറ്റലി പറയുന്നു ഇല്ല എന്ന്. ഇറാന്റെ ലോകകപ്പ് മോഹങ്ങൾക്ക് തുരങ്കം വെച്ച് തോറ്റുപോയ ഇറ്റലിയെ പിൻവാതിലിലൂടെ ലോകകപ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ട്രംപിന്റെ പ്രതിനിധിക്ക് കനത്ത തിരിച്ചടി തന്നെ ഇറ്റലി നൽകിയതിലൂടെ എന്താണ് ഇതിന്റെ പിറകിലുള്ള രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് വ്യക്തമാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ വൻ ശക്തികളായ ഇറ്റലിക്ക് തുടർച്ചയായ 2 ലോകകപ്പുകളിലാണ് യോഗ്യത നേടാനാവാതെ പോകുന്നത്. 2022 ഖത്തർ ലോകകപ്പിന് പിന്നാലെ 2026 ലോകകപ്പിനായുള്ള യൂറോപ്യൻ യോഗ്യതാ മത്സരങ്ങളിലും ഇറ്റലി പരാജയപ്പെട്ടു. നിർണായകമായ പ്ലേ ഓഫ് മത്സരങ്ങളിൽ ചെറിയ ടീമുകളോട് പോലും തോൽവി വഴങ്ങിയതാണ് 4 തവണ ലോക ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് വിനയായത്. മൈതാനത്തെ മോശം പ്രകടനം മൂലം അർഹതപ്പെട്ട യോഗ്യത അവർക്ക് നഷ്ടമായി. രാഷ്ട്രീയമായി ഇറാനുമായി കൊമ്പ് കോർക്കുന്ന അമേരിക്ക കായിക രംഗത്തും അവരെ വേട്ടയാടാൻ ശ്രമിച്ചു. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി അവരെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കണമെന്ന് അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനും ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഫിഫയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ രാജ്യത്തിനെതിരായ അമേരിക്കയുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് തങ്ങൾ കളിക്കുന്നത് അമേരിക്കയിലാണെങ്കിൽ ആ വേദികളിൽ മാറ്റം വരുത്തണമെന്ന് ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് തർക്കം മൂർച്ഛിച്ചത്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം റോമിൽ നടന്ന ഉന്നതതല നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി റിച്ചാർഡ് ഗ്രനെൽ ഇറ്റലിയോട് ആ അവിശ്വസനീയമായ വാഗ്ദാനം പറയുന്നത്. ഇറാനെ ലോകകപ്പിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കി തരാം, ആ സ്ഥാനത്ത് നിങ്ങൾക്ക് കളിക്കുവാൻ ഞങ്ങൾ ഫിഫയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യാം, കാരണം ഞങ്ങൾ ലോക മേധാവിത്വമുള്ള രാഷ്ട്രമാണ് എന്നായിരുന്നു അമേരിക്കയുടെ വാഗ്ദാനമുണ്ടായത്. രാഷ്ട്രീയ പകപോക്കലിന് ഇറ്റലിയെ ഒരു ആയുധമാക്കാനായിരുന്നു ട്രംപിന്റെ നീക്കം. എന്നാൽ ആ നീക്കം ഇറ്റലി പൊളിച്ച് കയ്യിൽ കൊടുത്തു എന്ന് മാത്രമല്ല, ഇറ്റലി ലോകത്തിന് അന്തസ്സുള്ള ഒരു മറുപടിയും നിലപാടും ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. നേരത്തെ സ്പെയിൻ പറഞ്ഞതുപോലെ നാറ്റോയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും, ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷേ സ്പെയിൻ കൃത്യമായി ശക്തമായി അമേരിക്കയോട് പ്രതികരിച്ചു നിന്നു. ആ സ്പെയിനിന് പിന്നാലെ ഇറ്റലിയും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചത് ആഗോള രാഷ്ട്രീയത്തിലെ മാറുന്ന കാറ്റിന്റെ വലിയ സൂചനയാണ്. ലോകം ഇന്ന് സത്യങ്ങൾക്കും തത്വങ്ങൾക്കും നീതിക്കും മുൻഗണന നൽകുന്നു എന്ന വ്യക്തമായ സൂചനകൾ തന്നെ നൽകുന്നു, അതും യൂറോപ്പിൽ നിന്ന്. കായിക രംഗത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിനേറ്റ കനത്ത പ്രഹരമാണിത്. മൈതാനത്ത് തോറ്റാലും മാന്യതയിൽ ഇറ്റലി വിജയിച്ചിരിക്കുന്നു. waytonikah.com, the exclusive Muslim matrimonial site.